നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. അമ്മയെ ഉപേക്ഷിക്കാൻ ഭർത്താവ് പറഞ്ഞതിനെ തുടർന്ന് കുടുംബം തന്നെ ഉപേക്ഷിച്ച് അമ്മയുമായി പത്തനാപുരം ഗാന്ധി ഭവനിൽ എത്തിയ സിനിമാ സീരിയൽ താരം ലൗലി ബാബുവിന്റെ ജീവിതം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. മലയാള സിനിമാ ലോകം അവഗണിച്ച നടി തനിക്ക് ജീവിതത്തിൽ നേരിടേണ്ടി വന്ന അനുഭവം തുറന്നു പറഞ്ഞിരുന്നു. 18-ലധികം മലയാള സിനിമകൾ, അന്തരിച്ച നടൻ രാജൻ പി ദേവുമൊത്ത് ആയിരക്കണക്കിന് നാടകവേദികളിലും നിറസാന്നിധ്യമായിരുന്നു. പ്രായാധിക്യത്തിന്റെ അവശതകൾ മൂലം കിടപ്പ് രോഗിയായിരുന്ന അമ്മയെ ലൗലിയാണ് ഏറെ നാളുകളായി ശുശ്രൂഷിച്ചിരുന്നതും സംരക്ഷിച്ചിരുന്നതും. എന്നാൽ ലൗലിയുടെ ഭർത്താവിനും മക്കൾക്കും അമ്മയെ സംരക്ഷിക്കുന്നതിനോട് താല്പര്യമില്ലായിരുന്നു. അമ്മയുമായി കഴിയാൻ മറ്റൊരിടം ഇല്ലാത്തതുകൊണ്ടാണ് ലൗലി ഗാന്ധി ഭവനിൽ അഭയം തേടിയത്. നിരവധി പ്രതിസന്ധികൾ ഉണ്ടായിട്ടും അമ്മയെ കൈവിടാതെ സംരക്ഷിക്കുന്ന ലൗലിയെ സോഷ്യൽ മീഡിയയും വാനോളം പുകഴ്ത്തിയിരുന്നു. 90 വയസ്സിന് മുകളിൽ പ്രായമുള്ള അമ്മയെ പരിപാലിക്കാനായി കുടുംബം പോലും ലൗലിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാൽ അവശത അനുഭവിക്കുന്ന അമ്മ കുഞ്ഞമ്മ പോത്തൻ ലൗലിക്കൊപ്പമായിരുന്നു താമസം. പരസഹായമില്ലാതെ ഒന്നും ചെയ്യാൻ കുഞ്ഞമ്മയ്ക്ക് കഴിയുമായിരുന്നില്ല. അതിനാൽ തന്നെ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നത് പോലെ ആയിരുന്നു അമ്മയെ ലൗലി ശുശ്രൂഷിച്ചിരുന്നത്. ലൗലിയെ തനിച്ചാക്കി ഒടുവിൽ അമ്മ യാത്രയായി. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2:30 അന്ത്യം. അമ്മയുടെ വിയോഗത്തിൽ തകർന്നു നിൽക്കുന്ന ലൗലി ബാബുവിനെ ആശ്വസിപ്പിക്കാൻ കഴിയാതെ ബന്ധുക്കളും സുഹൃത്തുക്കളും വിഷമിക്കുന്നത് വീഡിയോയിൽ കാണാം. കുന്നംകുളം ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ നടന്നത്. സാംസ്കാരിക രംഗത്തെ പ്രമുഖർ വസതിയിലെത്തി ആദരാഞ്ജലികൾ അർപ്പിച്ചു. ലൗലി ബാബുവിന്റെ മാതാവിന്റെ നിര്യാണത്തിൽ സിനിമാ സീരിയൽ രംഗത്തെ നിരവധി ആളുകൾ അനുശോചനം രേഖപ്പെടുത്തി. ലൗലിയുമായി അടുത്ത സൗഹൃദം പുലർത്തുന്ന സഹപ്രവർത്തകർ സോഷ്യൽ മീഡിയയിലൂടെയും നേരിട്ടും തങ്ങളുടെ ദുഃഖം പങ്കുവച്ചു. ഒരു കലാകാരി എന്ന നിലയിൽ ലൗലി കൈവരിച്ച എല്ലാ നേട്ടങ്ങളിലും സന്തോഷിച്ചിരുന്ന മകളോടൊപ്പം നിഴലുപോലെ ഉണ്ടായിരുന്ന അമ്മയായിരുന്നു കുഞ്ഞമ്മ എന്ന് സഹപ്രവർത്തകർ അനുസ്മരിച്ചു. അമ്മയുടെ സംസ്കാര സമയത്ത് മൃതദേഹം കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്ന ലൗലിയുടെ ദൃശ്യങ്ങൾ പ്രചരിക്കുന്നുണ്ട്. എനിക്കിനി ആരുമില്ലല്ലോ അമ്മ എന്ന് പറഞ്ഞ് അമ്മയെ കെട്ടിപ്പിടിച്ചു കരയുന്ന ലൗലിയുടെ ദൃശ്യങ്ങൾ സങ്കടകരമായ ഒരു കാഴ്ചയാണ്. ഭർത്താവും മക്കളുമെല്ലാം ലൗലിയുമായി അകൽച്ചയിലാണ്. അതിനാൽ തന്നെ നടിയുടെ സ്വന്തവും ബന്ധവുമെല്ലാം അമ്മ മാത്രമായിരുന്നു. ലൗലിയുടെ ഭർത്താവിനും മക്കൾക്കും കുഞ്ഞമ്മയെ ഒപ്പം നിർത്തി ശുശ്രൂഷിക്കുന്നതിനോട് താല്പര്യമുണ്ടായിരുന്നില്ല. അതിനാൽ അമ്മയെ ഉപേക്ഷിക്കാൻ കുടുംബം നിരന്തരമായി ലൗലിയെ നിർബന്ധിക്കുമായിരുന്നു. അവസാനം ഗതികെട്ട് അമ്മയെയും കൂട്ടി ലൗലി കുടുംബം വിട്ടിറങ്ങി. അമ്മയെ ഓച്ചിറയിൽ കൊണ്ടുപോയി കളയണം, അല്ലെങ്കിൽ ഗുരുവായൂർ ഇരുത്തെന്ന് ഭർത്താവ് ലൗലിയോട് പറഞ്ഞു. അമ്മയെ ഉപേക്ഷിക്കുക എന്നത് ലൗലിക്ക് ചിന്തിക്കാൻ കഴിയാത്ത കാര്യമായിരുന്നു. ഭർത്താവിന്റെ വാക്കുകൾ സങ്കടം നൽകിയപ്പോഴാണ് അമ്മയെയും കൊണ്ട് ലൗലി വീട് വിട്ടിറങ്ങിയത്. ശേഷമാണ് പത്തനാപുരത്തെ ഗാന്ധി ഭവനിൽ അഭയം തേടിയത്. കഴിഞ്ഞ വർഷം മുതൽ ലൗലിയും അമ്മയും ഗാന്ധി ഭവനിലെ അന്തേവാസികളായിരുന്നു. ഗാന്ധി ഭവനിൽ വന്ന ശേഷവും അമ്മയുടെ അരികിൽ നിന്നും മാറാതെ ലൗലി എപ്പോഴും ഒപ്പമിരുന്ന് അമ്മയെ ശുശ്രൂഷിക്കുമായിരുന്നു. അമ്മ ഒറ്റപ്പെട്ടു പോകും, അത് അമ്മയ്ക്ക് മാനസിക പ്രയാസമാകും. ഞാൻ ഒറ്റ മോളാണ്, അമ്മയ്ക്ക് പ്രതീക്ഷയുണ്ടാകില്ലേ? പിന്നീട് ഞാൻ ആലോചിച്ചു, ഞാനും കൂടെ പോയാൽ അമ്മയ്ക്ക് സന്തോഷമാകും. അങ്ങനെ നമുക്ക് എവിടെയെങ്കിലും പോകാമെന്ന് ഞാൻ അമ്മയോട് ചോദിച്ചു. നീ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ എവിടെ വേണമെങ്കിലും വന്നോളാം എന്ന് അമ്മ പറഞ്ഞു. ഗാന്ധി ഭവനിലേക്ക് എത്തിയ കഥ വെളിപ്പെടുത്തി ലൗലി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. കുഞ്ഞമ്മയുടെ സംസ്കാര ചടങ്ങിൽ ലൗലിയുടെ കുടുംബം പങ്കെടുത്തോ എന്നത് വ്യക്തമല്ല. തിരുവനന്തപുരത്തായിരുന്നു ലൗലി വളർന്നത്. പിതാവ് പോത്തനും അമ്മ കുഞ്ഞമ്മയുമാണ് കലാരംഗത്ത് ശോഭിക്കാൻ എല്ലാവിധ പിന്തുണയും നൽകിയത്. ലൗലിയുടെ ഭർത്താവ് ബാബുവും കലാമേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണെന്നാണ് വിവരം. ലൗലിയും അമ്മയും ഗാന്ധി ഭവനിലേക്ക് എത്തിയ ശേഷം ലൗലിയുടെ ഒരു വീഡിയോ വൈറലായിരുന്നു. വീട്ടിൽ വെച്ച് അവശയായ അമ്മയെ ഉപദ്രവിക്കുകയും അസഭ്യം പറയുകയും ചെയ്യുന്ന ലൗലി ആയിരുന്നു വീഡിയോയിൽ ഉണ്ടായിരുന്നത്. ആ വീഡിയോ വൈറലായ ശേഷം ലൗലി അമ്മയോട് കാണിക്കുന്ന സ്നേഹത്തെ പോലും ചിലർ ചോദ്യം ചെയ്തിരുന്നു. പിന്നീട് നടി തന്നെ വിശദീകരണവുമായി രംഗത്തെത്തി. അപ്പോഴത്തെ തന്റെ മാനസികാവസ്ഥയിൽ ചെയ്തു പോയതാണെന്നാണ് പറഞ്ഞത്. മാതാപിതാക്കളെ അനാഥാലയങ്ങളിൽ കൊണ്ടു തള്ളുന്ന മക്കൾക്ക് വലിയ പാഠമായിരുന്നു ഈ അമ്മ മകൾ സ്നേഹമെന്ന് ഗാന്ധി ഭവൻ അധികൃതരും വ്യക്തമാക്കുന്നു. ഒരുപാട് സ്ഥലങ്ങളിൽ അഭയം തേടാൻ ശ്രമിച്ചെങ്കിലും അമ്മയെ ഒറ്റയ്ക്കാക്കി മടങ്ങാൻ ലൗലി തയ്യാറല്ലായിരുന്നു. അങ്ങനെ തനിക്ക് കൂടി നിൽക്കാൻ പറ്റിയ സ്ഥലം അന്വേഷിക്കുമ്പോഴാണ് ഗാന്ധി ഭവനെ കുറിച്ച് അറിയുന്നത്. എല്ലാം കേട്ട ശേഷം ഗാന്ധി ഭവൻ സെക്രട്ടറി പുനലൂർ സോമരാജൻ ലൗലിയോട് പറഞ്ഞു, അങ്ങനെയെങ്കിൽ ഇങ്ങു പോന്നേക്ക്. അങ്ങനെ ലൗലി അമ്മയും കൂട്ടി ഗാന്ധി ഭവനിലെത്തി. അമ്മ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഭൂമിയാണ് നാട്ടിലുള്ളത്. അമ്മയുടെ ആഗ്രഹം പോലെ അവിടെ ആയിരിക്കും അന്ത്യകർമ്മങ്ങളെന്ന് ലൗലി മുമ്പ് പറഞ്ഞിരുന്നു. എന്റെ വീട്ടിൽ 14 പട്ടിയുണ്ട് സാറേ. ഈ 14 പട്ടിക്കുള്ള പരിഗണന പോലും എനിക്ക് എന്റെ അമ്മയ്ക്കും എന്റെ വീട്ടിൽ ഇല്ലായിരുന്നു. ഞാനൊരു വേലക്കാരി മാത്രമായിരുന്നു. വീട്ടുചെലവ്, എന്റെ ചെലവ്, ഇതിന്
അതിനിടയ്ക്ക് ക്യാൻസർ വന്നപ്പോഴുള്ള ചികിത്സ, മക്കളുടെ പഠിത്തം. എന്റെ ഭർത്താവ് എപ്പോഴും പറയും പണമാണ് എന്റെ ദൈവമെന്ന്. പണമില്ലെങ്കിൽ ഒന്നുമില്ലെന്ന് ഗാന്ധി ഭവന്റെ വൈസ് ചെയർമാൻ അമൽ പങ്കുവച്ച വീഡിയോയിലൂടെ ലൗലി ബാബു വ്യക്തമാക്കി. പണമായിരുന്നു അദ്ദേഹത്തിന്റെ ദൈവം, ബന്ധങ്ങളല്ല. ഒരു ദിവസം ഞാൻ 10 ദിവസം കഴിഞ്ഞേ വരത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ തിരിച്ചു വരുമ്പോൾ അമ്മ ഛർദ്ദിച്ചു കിടന്ന ആ ഛർദിൽ വരെ അവിടെ കിടപ്പുണ്ട്. 10 ദിവസം. പിന്നെ ഞാൻ ഒരു ദിവസം ചെല്ലുമ്പോൾ ഡയപ്പർ മാറാതെ നാറ്റം വെച്ച് എന്റെ അമ്മ കട്ടിലിൽ കുത്തിയിരിക്കുന്നു. ടോർച്ചറിങ്ങും ഹറാസ്മെന്റും ഭയങ്കരമാണ്. ഞാൻ മരിക്കാമെന്നാണ് ആദ്യം ആഗ്രഹിച്ചത്. പിന്നെ ഞാൻ ഓർത്തു, ഞാൻ മരിച്ചാൽ എന്റെ അമ്മ കിടന്നാൽ ഇതിനേക്കാൾ ഭയങ്കര മോശമായിരിക്കുമെന്ന്. അപ്പോൾ രണ്ടുപേരും കൂടി അങ്ങ് തീർന്നേക്കാമെന്ന് കരുതി. പിറ്റേ ദിവസം അമ്മയ്ക്ക് മരുന്ന് വാങ്ങിക്കാൻ ഡോക്ടറുടെ അടുത്ത് ചെന്നപ്പോഴാണ് പറഞ്ഞത്, ചേച്ചി ഇതൊന്നും വേണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അമ്മയെ ഉപദ്രവിച്ചു, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, മനഃപൂർവ്വമല്ലല്ലോ. ചേച്ചിയുടെ മാനസിക നില അങ്ങനെ ആയതുകൊണ്ടല്ലേ, ഒന്നുകിൽ ചേച്ചി എങ്ങോട്ടെങ്കിലും മാറണം അമ്മയെയും കൊണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നതെന്നും നേരത്തെ പുറത്തിറങ്ങിയ വീഡിയോയിൽ ലൗലി ബാബു പറഞ്ഞിരുന്നു. മലയാളികൾക്ക് സീരിയലുകളിലൂടെയും സിനിമകളിലൂടെയും ഏറെ സുപരിചിതയായ നടിയാണ് ലൗലി ബാബു. സ്വതസിദ്ധമായ അഭിനയ ശൈലിയും ശബ്ദഗാംഭീര്യവും കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട ലൗലി നിരവധി ഹിറ്റ് പരമ്പരകളിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് മേഖലയിലും അവർ തന്റേതായ മുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ് ആണ് ആദ്യം ലൗലി ചെയ്ത സിനിമ. 4 പെണ്ണുങ്ങൾ, ഭാഗ്യദേവത, മേരിക്കുണ്ടൊരു കുഞ്ഞാട്, തന്മാത്ര, പുതിയ മുഖം, പ്രണയം, വെനീസിലെ വ്യാപാരി തുടങ്ങിയ ഒരുപിടി സിനിമകളിലും ലൗലി ബാബു അഭിനയിച്ചിട്ടുണ്ട്. ഇന്നലെ, മഴവിൽ കാവടി തുടങ്ങിയ ചിത്രങ്ങളിലെ നിഷ്കളങ്കമായ നാടൻ വേഷങ്ങളിലൂടെയാണ് ലൗലി ബാബു മലയാളികളുടെ മനസ്സ് കീഴടക്കിയത്. ജയറാം, ജഗദീഷ് തുടങ്ങിയവരുടെ നായികയായി തിളങ്ങി നിന്ന സമയത്താണ് അവർ അഭിനയ രംഗത്തു നിന്നും വിടവാങ്ങിയത്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.